ഹായ്, ലാസ്റ്റ് വീക്ക് നമ്മുടെ ഓപ്ഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദിസ് വീക്ക് അതിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇന്ന് ഓപ്ഷൻസിനെ പറ്റി പറയുന്നതിന് മുമ്പായിട്ടും നമ്മുടെ വീഡിയോ കണ്ട പല ആളുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫ്യൂച്ചറിനെ കൂടെ പറ്റി ഒന്ന് പറഞ്ഞു പോകണമെന്നുള്ളതായിരുന്നു. അപ്പോൾ നമുക്ക് എന്താണ് ഫ്യൂച്ചേഴ്സ്? ഓപ്ഷൻ പോലെ തന്നെ മറ്റൊരു ഡെറിവേറ്റീവ് ആണ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്യൂച്ചർ എന്താണെന്നും കൂടെ നോക്കിയിട്ട് പോകാം. കാരണം ഫ്യൂച്ചർ ട്രേഡിങ്ങിനെ പറ്റി പഠിച്ചാൽ മാത്രമേ നമുക്ക് ഓപ്ഷൻ ട്രേഡിങ്ങുമായിട്ട് അത് ലിങ്ക് ചെയ്യേണ്ടതാണ്. ട്രേഡിങ്ങിന് പ്രാക്ടിക്കൽ ട്രേഡിങ്ങിൻ്റെ ടൈമിൽ നമ്മളത് ലിങ്ക് ചെയ്യേണ്ടതാണ്. സോ നമ്മൾ ഫ്യൂച്ചർ ട്രേഡിംഗ് എന്താണെന്നുള്ളതാണ് ആദ്യം ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. സോ ദിസ് ഈസ് കിഷോർ കുമാർ, ഫൗണ്ടർ ഓഫ് ടീം അവന്യൂ. വെൽക്കം ടു യുവർ ഓപ്ഷൻ ട്രേഡിംഗ് മാസ്റ്റർ ക്ലാസ്. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഫ്യൂച്ചേഴ്സും ഓപ്ഷൻ പോലെ തന്നെ ഒരു ഡെറിവേറ്റീവ് ആണ്. എന്താണ് ഡെറിവേറ്റീവ്? ഒരു അണ്ടർലൈയിങ് അസറ്റിന്റെ പ്രൈസിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ബയറും ഒരു സെല്ലറും ഒരു പർട്ടിക്കുലർ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടുകൊണ്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ അണ്ടർലൈയിങ് അസറ്റിന്റെ പ്രൈസിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും ഫ്യൂച്ചറിന്റെ പ്രൈസ് മൂവ് ചെയ്യുന്നത്. ഇക്വിറ്റിയിൽ ഇൻഡെക്സിനെയും കമ്പനിയെയും ബേസ് ചെയ്തുകൊണ്ടാണ് ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. എന്നാൽ കമ്മോഡിറ്റിയിലേക്ക് വരുമ്പോഴത്തേക്കും പർട്ടിക്കുലർ പ്രോഡക്ട്സ് ആണ്, ലൈക്ക് ഗോൾഡ്, സിൽവർ, ക്രൂഡ് ഓയിൽ ഒക്കെ ആണെങ്കിൽ. കറൻസിയിലേക്ക് വരുമ്പോഴത്തേക്കും USD, യൂറോ, ചൈനീസ് യോൺ, ജാപ്പനീസ് യെൻ അഗെയിൻസ്റ്റ് ആയിട്ട് ഇന്ത്യൻ കറൻസിയാണ് ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് ചെയ്യുന്നത്. എന്താണ് ഫ്യൂച്ചേഴ്സ് എന്നുള്ളതായിരുന്നു ഈ പറഞ്ഞതെങ്കിൽ, നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഫ്യൂച്ചർ ട്രേഡിംഗ്, ഒരു പുതിയതായിട്ട് മാർക്കറ്റിലേക്ക് കടന്നു വരുന്ന വ്യക്തി ഫ്യൂച്ചർ ട്രേഡിംഗ് എന്താണ് എന്നുള്ളതിനെ പറ്റിയും ക്യാഷ് മാർക്കറ്റും ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇക്വിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഫ്യൂച്ചേഴ്സിൻ്റെ പ്രത്യേകതകൾ എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. സോ അതിന് ഞാനൊരു എക്സാമ്പിളോട് കൂടി തന്നെ പറയാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടായിരിക്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രൈസ് എത്രയാണെന്നുള്ളത്. 468 രൂപ എന്നുള്ളതാണ്. ഇത് ഒരു സ്റ്റോക്ക് വാങ്ങാനായിട്ട് നിലവിൽ ഒരു ഇൻവെസ്റ്റർ മുടക്കേണ്ട എമൗണ്ട് ആണ് SBIക്ക് വേണ്ടിയിട്ട്. എന്നാൽ നമ്മൾ ഫ്യൂച്ചേഴ്സിലേക്ക് പോകുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഇൻവെസ്റ്ററിന് കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇക്വിറ്റിയിൽ ഒരു സിംഗിൾ ഷെയർ വേണമെങ്കിലും ഒരു ഇൻവെസ്റ്ററിന് വാങ്ങാൻ കഴിയുന്നതാണ്. എന്നാൽ നമ്മൾ ഫ്യൂച്ചേഴ്സിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ആ സെയിം ഇക്വിറ്റിയുടെ പ്രൈസിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഫ്യൂച്ചേഴ്സ് അതിൻ്റെ ഫോർവേഡ് പ്രൈസ് ട്രേഡ് ചെയ്യുന്നത് 469.70 എന്നുള്ളൊരു റേഞ്ചിലാണ്. നിങ്ങൾക്കത് ഇവിടെ സ്ക്രീനിൽ കാണാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഫ്യൂച്ചർ ട്രേഡിംഗ് വരുമ്പോഴത്തേക്കും ഒരു ട്രേഡർ മനസ്സിലാക്കിയിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും ഒരു സിംഗിൾ ഷെയർ ആയിട്ട് ഇവിടെ വാങ്ങാൻ കഴിയില്ല. എക്സ്ചേഞ്ച് ഓരോ ഷെയർസിനും കൃത്യമായിട്ടുള്ള ഒരു നമ്പർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിനെ ലോട്ട് എന്നാണ് പറയുന്നത്. നമുക്ക് ഫ്യൂച്ചർ ട്രേഡിങ്ങിൽ ഓരോ ലോട്ടായിട്ട് മാത്രമേ എപ്പോഴും വാങ്ങി ട്രേഡ് ചെയ്യാൻ കഴിയുള്ളൂ. സോ SBIയുടെ ലോട്ട് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 1500 ഷെയർസ് ആണ്. സോ ഈ ഒരു പർട്ടിക്കുലർ പ്രൈസിൽ ഇപ്പോൾ എനിക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ 1500 ഷെയർസ് ആയിരിക്കണം ഞാൻ വാങ്ങേണ്ടി വരുന്നത്. അങ്ങനെ വാങ്ങുന്നതിനേക്ക് വേണ്ടിയിട്ട് എക്സ്ചേഞ്ച് ഒരു എമൗണ്ട് നിശ്ചയിച്ചിട്ടുണ്ട്. ആ എമൗണ്ട് നമ്മൾ പേ ചെയ്യാൻ ഓരോ ട്രേഡറും ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരു സ്റ്റോക്ക് വാങ്ങിയിടുകയാണെങ്കിൽ എത്ര കാലം വേണമെങ്കിലും നമുക്ക് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. എക്സ്ചേഞ്ച് അതിന് അലോ ചെയ്യുന്ന സമയം വരെ നമുക്ക് ആ പർട്ടിക്കുലർ ഷെയർ ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിന് ഒരു പർട്ടിക്കുലർ എക്സ്പയറി ഡേറ്റ് ഉണ്ട്. എല്ലാ മാസത്തെയും അവസാനത്തെ വ്യാഴാഴ്ച, ലാസ്റ്റ് തേഴ്സ്ഡേ ആണ് ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ എക്സ്പയറി എന്ന് പറയുന്നത്. സോ നമ്മൾ ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റ് മാർക്കറ്റിനനുസൃതമായി ബൈ ചെയ്താലോ അല്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ട് നമ്മൾ സെല്ല് ചെയ്ത് കഴിഞ്ഞാലോ ഈ എക്സ്പയറി ഡേറ്റ് വരെ മാത്രമേ നമുക്ക് ഹോൾഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഫ്യൂച്ചർ ട്രേഡിംഗ് ചെയ്യാൻ വരുന്ന എല്ലാവരും ഈ 3 കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമേ ട്രേഡ് ചെയ്യാവുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ട് ഒരു ട്രേഡർ അറിഞ്ഞിരിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ SBI വാങ്ങാനായിട്ടൊരു 3 lakh rupees അല്ലെങ്കിൽ SBIയുടെ ഫ്യൂച്ചർ വാങ്ങാൻ ഒരു 3 lakh rupees ആണ് ആവശ്യമുണ്ടെങ്കിൽ, നമ്മൾ കരുതുന്നത് അല്ലെങ്കിൽ ഒരു ട്രേഡർ കരുതുന്നത് ഈ 3 lakhs ഇൻവെസ്റ്റ് ചെയ്ത് 1500 ക്വാണ്ടിറ്റീസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഒരു 5 പോയിന്റ് കയറുമ്പോഴത്തേക്കും നമുക്ക് അത്രയും പ്രോഫിറ്റ് കിട്ടും, എക്സിറ്റ് ചെയ്യും എന്നുള്ള കണക്കിലൊക്കെയാണ് പലപ്പോഴും ഒരുപാട് പേര് ട്രേഡ് ചെയ്യുന്നത്. ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, നമ്മൾ ക്യാഷ് മാർക്കറ്റിൽ ഒരു സ്റ്റോക്ക് വാങ്ങുന്നത് ഫുൾ ഫണ്ട് ഉപയോഗിച്ചതാണ്. സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് നമ്മൾ വാങ്ങിയതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാലും ആ ഷെയർ നമ്മുടെ ഡിമാറ്റിൽ ഹോൾഡ് ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഫ്യൂച്ചർ ട്രേഡിങ്ങിനെ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എക്സ്ചേഞ്ച് പറഞ്ഞിട്ടുള്ള ഫണ്ട് മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പർട്ടിക്കുലർ പോയിന്റിൽ നമ്മൾ ബൈ ചെയ്തു, എഗെയിൻസ്റ്റ് ആയിട്ട് മാർക്കറ്റ് ഡൗൺ പോയിട്ടുണ്ടെങ്കിൽ എത്ര എമൗണ്ട് ആണോ അവിടെ ലോസ് വരുന്നത് ആ ലോസ് എമൗണ്ടും കൂടെ നമ്മൾ ഇവിടെ ആഡ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്ന ഓരോ വ്യക്തിയും ഒരു പൊസിഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് വരാൻ സാധ്യതയുള്ള ലോസിൻ്റെ അളവ് എത്രയാണ്, പ്രോഫിറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്
എന്നുള്ളതൊക്കെ വളരെ കൃത്യമായി ഫ്രെയിം ചെയ്ത് അതിനാവശ്യമായ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് മാത്രമേ ഒരു ഫ്യൂച്ചർ ട്രേഡിംഗ് അല്ലെങ്കിൽ ഒരു പൊസിഷനിലേക്ക് ഫ്യൂച്ചർ പൊസിഷൻ നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു ഫ്യൂച്ചർ ട്രേഡിംഗ് ചെയ്യാനായി മാർക്കറ്റിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തി മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എപ്പോഴും നമ്മളൊരു പ്രോഡക്റ്റിൻ്റെ ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിലവിലത്തെ മാർക്കറ്റ് സിറ്റുവേഷൻ ആണ്. എപ്പോഴും ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ എന്താണ്, ഓവറോൾ മാർക്കറ്റ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, ഓവറോൾ മാർക്കറ്റിന്റെ സെന്റിമെന്റ്സ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അങ്ങനെ ആ ഓവറോൾ സെന്റിമെന്റ്സിനൊപ്പമാണോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആ പർട്ടിക്കുലർ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിന് ആ സ്റ്റോക്കിന്റെ ഫണ്ടമെന്റൽസിനെ പറ്റി കൃത്യമായിട്ട് അറിയാതിരിക്കണം. അതിന്റെ ടെക്നിക്കൽസ് എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യണം. ഇത് രണ്ടും ഓക്കെ ആണ്, അല്ലെങ്കിൽ ഇത് രണ്ടും നമുക്ക് അനുകൂലമായി നമ്മുടെ ട്രേഡിന് അനുകൂലമായി നിൽക്കുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ നമ്മൾ ഫ്യൂച്ചർ ട്രേഡിങ്ങിലേക്ക് കടന്നു വരാവൂ. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പ്രൈസിൽ നമ്മൾ ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റിയിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ നമ്മൾ എക്സ്ചേഞ്ചിന് കൊടുക്കുന്ന കാശ് എന്ന് പറയുന്നത് ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് മാത്രമാണ്. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതല്ല, ഏത് സമയത്ത് എങ്ങനെ നമുക്ക് മാർക്കറ്റിനെ അനലൈസ് ചെയ്യാൻ കഴിഞ്ഞു, ആ മാർക്കറ്റിനെ അനലൈസ് ചെയ്ത് വളരെ പക്കയാണെന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ കഴിഞ്ഞു. ആ കൺഫർമേഷന് ശേഷം മാത്രമേ നമ്മൾ എൻ്റർ ചെയ്യാവുള്ളൂ. കാരണം ഫ്യൂച്ചർ ട്രേഡിംഗ് എന്ന് പറയുന്നത് കമ്പയർഡ് ടു ഇക്വിറ്റി അത്യാവശ്യം റിസ്കി തന്നെയാണ്. സോ ഈ ഒരു പോയിന്റ് ഏതൊരു ട്രേഡറിന്റെ മൈൻഡിലും ഉണ്ടായിരിക്കണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്ററിന്റെ സക്സസ് എന്ന് പറയുന്നത് ഇതെപ്പോഴും നമ്മുടെ മൈൻഡിൽ ചിന്തിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ ശ്രമിക്കാവൂ. ഇവിടെ ഞാൻ ഫണ്ടമെന്റൽസ് ആൻഡ് ടെക്നിക്കലിനെയൊക്കെ പറ്റി വളരെ ചെറിയ രീതിയിലൊന്ന് പരാമർശിച്ച് പോകുന്നേ ഉള്ളൂ. വരുന്ന വീഡിയോസിൽ തീർച്ചയായിട്ടും ഓപ്ഷൻസിൻ്റെയും ഫ്യൂച്ചറിൻ്റെയും നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റി വളരെ കൃത്യമായി തന്നെ അല്ലെങ്കിൽ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ ഞാൻ പറയുന്നതായിരിക്കും. അതിനു മുമ്പായിട്ട് നമ്മളിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്, പ്രത്യേകിച്ച് ഇതൊരു പുതിയ ട്രേഡേഴ്സ്, ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ട്രേഡേഴ്സിന് ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. എന്നാൽ ഒരു പുതിയ ട്രേഡറിനെ സംബന്ധിച്ച് അവരുടെ ടെർമിനലിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അവരുടെ ടെർമിനൽ യൂസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഫ്യൂച്ചർ സെലക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് സെലക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചോയ്സ് ബ്രോക്കിങ്ങിൻ്റെ ടെർമിനലായിട്ടുള്ള ജിഫിയുടെ പ്ലാറ്റ്ഫോമിലാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങളുടേതായ പ്ലാറ്റ്ഫോംസ് ഇതൊന്ന് ശ്രദ്ധിച്ചോളുക. സോ ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ട്, ഒരു പുതിയ വ്യക്തിയാണ്, നമുക്ക് അറിയില്ല, സെലക്ട് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ, അപ്പോൾ നമ്മുടെ ടെർമിനൽ എടുത്തിട്ട് നമ്മൾ നിഫ്റ്റി അതുപോലെ തന്നെ നമുക്ക് എക്സ്പയറി ഏതാണ് എന്നുള്ളത് നോക്കി നമ്മൾ അവിടെ എൻ്റർ ചെയ്യുക. ഇവിടെ ഞാൻ നിഫ്റ്റി ജൂലൈ എന്ന് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നിഫ്റ്റി 28 ജൂലൈ 22 കോൺട്രാക്ട് വരുന്നുണ്ട്. ഞാനിത് ഇവിടെ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇത് നമ്മൾ സെലക്ട് ചെയ്താൽ മതിയാവും, ഉടനെ തന്നെ ഇവിടെ വരുന്നതാണ്. സോ ഇവിടെ കുറച്ചധികം ഡേറ്റാസ് നമുക്ക് കാണിച്ചിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് ഈ ഡേറ്റാസ് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. സോ ആ ഡേറ്റാസ് ചെക്ക് ചെയ്യുമ്പോൾ നിലവിലത്തെ ക്ലോസിംഗ് പ്രൈസ് കാണിച്ചിട്ടുള്ളതായിരിക്കും. അതിൻ്റെ നിയർ ആയിട്ട് തന്നെ ഓപ്പൺ, ഹൈ, ലോ എന്നിവ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതിനകത്ത് ക്ലോസിംഗ് പ്രൈസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സംഭവമാണ്. കാരണം മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന പ്രൈസ് എപ്പോഴും നെക്സ്റ്റ് ഡേക്ക് ഒരു റെസിസ്റ്റൻസോ ഒരു സപ്പോർട്ടോ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഓൾറെഡി ഈ ഹൈയും ലോയും ഒക്കെ അങ്ങനെ തന്നെയാണ് എങ്കിൽ പോലും നമ്മൾ ക്ലോസിംഗ് പ്രൈസ് എപ്പോഴും ശ്രദ്ധിക്കുക. അതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ഡേയിൽ പലപ്പോഴും ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നതാണ്. ഇത് ഒരു പുതിയ ട്രേഡേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടിന്യൂവേഷൻ മറ്റ് ടെക്നിക്കൽസ് അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റ് പോയിന്റ്സ് ഞാൻ വരുന്ന വീഡിയോസിൽ തീർച്ചയായിട്ടും ചെയ്യുന്നതുമായിരിക്കും. സോ ഇവിടെ നമ്മൾ ഇതിനകത്തൊരു കീ ഇൻഫോ എടുത്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് മാർക്ക് ചെയ്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ LTQ@LTP എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കുക, നിഫ്റ്റിയുടെ ലോട്ട് സൈസ് ആണ് പറഞ്ഞിട്ടുള്ളത് 50 എന്നുള്ളതാണ്. കറണ്ട് ഈ റേറ്റിൽ നമുക്ക് വാങ്ങാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. തൊട്ട് താഴെ സർക്യൂട്ട് റേഞ്ച് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നിലവിൽ നിഫ്റ്റി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയായിരിക്കും എക്സ്ചേഞ്ച് ഇതിൻ്റെ ട്രേഡ് ബ്ലോക്ക് ചെയ്യുന്ന ഏരിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൗൺ ട്രെൻഡിൽ 14,169.95 അപ്പർ ട്രെൻഡിൽ 17,318 ബ്ലോക്ക് ചെയ്യുന്നത്. സോ ഈ രണ്ട് ഏരിയയ്ക്കിടയിലും നിഫ്റ്റി വളരെ കൂളായിട്ട് തന്നെ ട്രേഡ് നടക്കുമെന്നുള്ളതാണ് ഈ സർക്യൂട്ട് റേഞ്ച് വെച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം മാത്രമാണെങ്കിൽ ഇതിന്റെ മേളിൽ കൊടുത്തിട്ടുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യുന്ന വ്യക്തികൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട പോയിന്റാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് എന്താണ് എന്നുള്ളത്. ഇവിടെ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുള്ളത് 1,17,89,250 ആണ് കാണിച്ചിട്ടുള്ളത്. എന്താണ് ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. മാർക്കറ്റിന്റെ ഒരു ഡയറക്ഷനിലേക്ക് ഒരു സ്റ്റോക്ക് ആവട്ടെ ഒരു ഇൻഡെക്സ് ആവട്ടെ മൂവ് ചെയ്യുമ്പോൾ ആ മാർക്കറ്റിൽ ഫ്രഷ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പൊസിഷൻസിനെയാണ് നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് നിഫ്റ്റി തന്നെ എടുക്കാം. നിഫ്റ്റി അപ് ട്രെൻഡിലേക്ക് പോവുകയാണ്. സോ ഓപ്പൺ ഇൻട്രസ്റ്റ് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന വാല്യൂവിൽ നിന്ന് കയറി പോവുകയാണെങ്കിൽ, അതായത് പ്രൈസും കയറുന്നു ഓപ്പൺ ഇൻട്രസ്റ്റും കൂടുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്
പ്രൈസ് അപ് ട്രെൻഡിലേക്ക് പോകുന്നതിനനുസരിച്ച് ഫ്രഷ് പൊസിഷൻസ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് വഴി മനസ്സിലാക്കേണ്ടത്. ഇത് എപ്പോഴും നമുക്കൊരു ട്രേഡ് എടുക്കുന്നതിന് വളരെയധികം ഉപകാരം ചെയ്യും. പക്ഷേ നന്നായി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കത് ഉപകാരപ്പെടുകയുള്ളൂ. അതുപോലെ തന്നെ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് പോവുകയാണ്. മാർക്കറ്റ് ഡൗൺ ട്രെൻഡിൽ പോകുമ്പോഴാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മാർക്കറ്റിന്റെ ഡൗൺ ട്രെൻഡിന്റെ പ്രഷർ കൂടുതലാണ്. അതായത് ഡൗൺ ട്രെൻഡിലേക്ക് പോകുന്നതിനായിട്ട് പുതിയ ഫ്രഷ് പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇതിനകത്ത് 2 സിനാരിയോയും കൂടെ നിലനിൽക്കുന്നുണ്ട്. മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് പോവുകയും ഓപ്പൺ ഇൻട്രസ്റ്റ് ഡൗൺ ആകുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഓൾറെഡി ഉണ്ടായിരുന്ന ഷോർട്ട് പൊസിഷൻസ് എല്ലാം കവർ ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് പോകുമ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് കുറയുകയാണെങ്കിൽ ലോങ് അൺവൈൻഡിങ്, അതായത് ലോങ് പൊസിഷൻസ് എല്ലാം കവർ ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യം വളരെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് ട്രേഡ് ചെയ്യുന്ന ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് വളരെ നല്ലൊരു ടൂളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ട്രേഡർ കൃത്യമായിട്ടും ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ മൂവ്മെന്റ് എല്ലാ തവണയും വാച്ച് ചെയ്ത് കൃത്യമായി പഠിച്ച് മാത്രമേ ഫ്യൂച്ചർ ട്രേഡിംഗിലേക്ക് എൻറ്റർ ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യുകയുള്ളൂ. ഫ്യൂച്ചർ ട്രേഡിംഗിൽ ഓപ്പൺ ഇൻട്രസ്റ്റിനെ പറ്റിയാണ് നമ്മൾ പ്രധാനമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഓപ്പൺ ഇൻട്രസ്റ്റ് മാത്രമല്ല, നമ്മൾ അതിന്റെ ടെക്നിക്കൽ അനാലിസിസിനെ പറ്റി വളരെ കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. വരുന്ന വീഡിയോസിൽ തീർച്ചയായിട്ടും ഞാൻ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നതുമാണ്. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയുന്നതിനായി ടീം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.